കുട്ടിയോട് പറയുന്നത് എന്താണ്? നിനക്കാകൊരു ലോകേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം അടിച്ചു പൊളിക്കണം. ഇത് മെസ്സിയുടെ ചിത്രത്തിൽ വെക്കും, ഇത് റൊണാൾഡോയുടെ ചിത്രത്തിൽ വെക്കും, ഇത് മമ്മൂട്ടിയുടെ ചിത്രത്തിൽ വെക്കും, ഇത് റീലായി മമ്മൂട്ടിയുടെ ഡയലോഗായി, ദുൽഖർ സൽമാന്റെ ഡയലോഗായി, ഇവിടുത്തെ ഹീറോയിനുകളുടെ ഡയലോഗായി, ഫിലിമിന്റെ ക്ലൈമാക്സുകളിൽ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ ഇമോഷനെ ഏറ്റവും ശക്തമായി ഉദ്ദീപിപ്പിക്കുന്ന നിമിഷങ്ങളിൽ അങ്ങോട്ട് കൊടുക്കും. ഇത് കുട്ടിയുടെ തലച്ചോറിലേക്ക് കയറാണ്. ആകെ ഒരു ജീവിതം. നിങ്ങൾ ലഹരിയെക്കുറിച്ച് ഭയങ്കര ക്ലാസ് എടുക്കും. എന്താ ലഹരി കുടിച്ചാൽ ഇന്ന ശരീരത്തിലെ ഇന്ന പാർട്ടിൽ പ്രശ്നം വരും, ഇന്ന ശാരീരിക ഭാഗത്തിന് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ വരച്ചിട്ട് കരളിന്, കിഡ്നിക്ക്, പാങ്ക്രിയാസിന്, OG ജംഗ്ഷന് ഇങ്ങനെ രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കും. കുട്ടി എന്താ വിചാരിക്കണ അറിയോ? ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ 90-ാം വയസ്സിൽ കിഡ്നിയൊക്കെ പോയി ചക്രശ്വാസം വലിച്ച് പിന്നെ വീൽ ചെയറിൽ ഇരുന്ന് ഇങ്ങനെ മക്കളെ എന്നും വിളിച്ച് ജീവിക്കണില്ല. ഉള്ള കാലം അടിച്ചു പൊളിക്കണം നല്ലത്. ആകൊരു ജീവിതമേ ഉള്ളൂ എന്നാണ് കുട്ടികളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ആണോ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ഏത് പാടത്ത് പണിയെടുക്കുന്ന ആൾക്കും രാത്രി 2:30 മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളിക്കും ആകാശത്ത് നിരീക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും ഗവേഷകനും ഒക്കെ മനസ്സിലാകാൻ മാത്രം പോന്ന ഭാഷയിൽ ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും ആയിരുന്നില്ല. 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ നിന്റെ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ബീജബിന്ദുക്കളിലെ കേവലം ഒരു ബീജബിന്ദു മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുള്ളിലെ ഇന്ദ്രിയ ബിന്ദുവായി യാത്ര നടത്തി ഫി ഗുലുമാത്തിൻ സലാസ്, ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെ അതിജീവിച്ച് ആർത്തുകരഞ്ഞ് ജനിച്ചു വീണ നിന്നെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന് രണ്ടാമത് നിന്നെ കൊണ്ടുവരൽ പ്രയാസകരമല്ല. നിന്നെ കൊണ്ടുവരൂ എങ്ങനെ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദ്വാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവൻ നുരുമ്പി അസ്ഥികളിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരില്ലേ? പെട്ടിയിലാക്കി അടക്കപ്പെട്ട സെമിത്തേരികളിൽ നിന്ന് പുണ്യ തീർത്ഥങ്ങളിൽ അവനെ കത്തിച്ചാമ്പലാക്കി എറിയപ്പെട്ട പുണ്യ തീർത്ഥങ്ങളിൽ നിന്ന് പള്ളി അങ്കണങ്ങളിൽ, ശ്മശാനങ്ങളിൽ, ഖബറുകളിൽ അടക്കപ്പെട്ടിടത്ത് നിന്ന് മനുഷ്യൻ തിരിച്ചു വിളിക്കപ്പെടും. ആ തിരിച്ചു വിളിക്കപ്പെടുന്ന മനുഷ്യനെ തിരിച്ചു വിളിക്കുന്ന എന്തുകൊണ്ട് വിശ്വസിക്കണം? മനുഷ്യന്റെ ശരീരത്തിൽ ഈ അത്യത്ഭുതങ്ങൾ മുഴുവൻ കൊടുത്ത റബ്ബിന് അതൊരിക്കലും അസാധ്യമല്ല എന്നാണ്.